നെയ്യാറ്റിൻകര ഷാരോൺ രാജ് വധക്കേസിലേക്കാണ് കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനി ശിക്ഷാവിധി വന്നാൽ മതി. ശിക്ഷാവിധി ഇന്നില്ല, ശിക്ഷാവിധി മറ്റന്നാളാണ്, തിങ്കളാഴ്ചയാണ്. പരമാവധി ശിക്ഷ വേണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമോ, അതോ പരമാവധി ശിക്ഷ ഇളവ് വേണം എന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമോ? കാത്തിരിക്കണം അക്കാര്യം അറിയാൻ. സാധാരണഗതിയിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം പ്രതിഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയും പ്രോസിക്യൂഷൻ മറുപടി കേൾക്കുകയും ചെയ്യുന്നത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തീരുന്ന ഒന്നാണ്. പക്ഷേ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഇന്ന് ശിക്ഷാവിധിയിൽ വിശദമായ വാദം കേൾക്കുകയായിരുന്നു. ശിക്ഷാവിധി സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടെന്ന് ഗ്രീഷ്മയോട് ചോദിക്കുമ്പോൾ ഗ്രീഷ്മ ആ വിശദാംശങ്ങൾ കോടതിയോട് പറയാനുള്ളത് എഴുതി നൽകുകയാണ് ചെയ്തത്. ജഡ്ജി നേരിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഗ്രീഷ്മയോട്. അപ്പോഴൊക്കെ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് 24 വയസ്സ് മാത്രമാണ് ഉള്ളത്, പഠിക്കണം, തുടർന്ന് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ്, അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം എന്നുള്ളതാണ്. ബിരുദാനന്തര ബിരുദധാരിയാണ്, അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളടക്കം മാർക്ക് ലിസ്റ്റുകളടക്കം കോടതിയുടെ മുന്നിലേക്ക് വെക്കുകയും ചെയ്തു. ഗ്രീഷ്മ നല്ല ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി, ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം ഷാരോൺ ഉണ്ടാക്കി. ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട്, ഗ്രീഷ്മയ്ക്ക് അത്തരത്തിൽ ഒരു പശ്ചാത്തലമില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഭാഗം വാദം മുന്നോട്ട് വെച്ചത്. പക്ഷേ തുടർച്ചയായ ശ്രമങ്ങൾ കൊലപാതകത്തിന് വേണ്ടി ഉണ്ടായി. സ്വഭാവം എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അമൽ തേനമ്പറമ്പൻ ഉണ്ട് വിവരങ്ങളുമായി. അമൽ, ശക്തമായ വാദം രണ്ടു ഭാഗത്തു നിന്നും നടന്നു. മറ്റന്നാളാണ് ശിക്ഷാവിധി വരിക. ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത് സമഗ്രമായി? അഭിലാഷ്, കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കോടതി മറ്റ് കേസുകൾ കൂടി നോക്കിയ ശേഷം ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ 2 പ്രതികളെയും അതോടൊപ്പം കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. ഷാരോണിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം കോടതിയിലേക്ക് എത്തി. അവസാനം എന്താണ് പറയാനുള്ളത്, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു കാര്യം ഗ്രീഷ്മയോട് ചോദിക്കുന്നു. ഗ്രീഷ്മ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി നൽകുന്നു. തൻ്റെ പ്രായം 24 മാത്രമാണ്, തനിക്ക് തുടർന്ന് പഠിക്കേണ്ടതുണ്ട്, നിലവിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നു, അതിനാൽ തനിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഈ പരമാവധി ശിക്ഷ എന്നൊരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുമ്പോൾ അത് പാടില്ല, പരമാവധി പോയാൽ 10 വർഷം, അതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷയുണ്ടാകരുത് എന്ന വാദം പ്രതിഭാഗവും ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു കൊലപാതകം നടത്തി എന്നൊരു വാദം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ. അതായത് ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തു, അതിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കൃത്യം നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു സാക്ഷിമൊഴി നൽകിയ റിജിനുണ്ട്. റിജിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തു ഗ്രീഷ്മയെ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യം അറിയാമായിരുന്നു? അല്ല, അങ്ങനെ ശരിക്കും പറഞ്ഞായിട്ട് എനിക്ക് കേട്ടിട്ടില്ല. അവളായിട്ടാണ് ബ്രേക്കപ്പ് ആയ ശേഷം അവളായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അവനായിട്ട് ഇതേപോലെ അവളായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ ഇവർ രണ്ടുപേരും കാണുന്ന സമയത്ത് റിജിനാണ് ഷാരോണിനെ അവിടെ കൊണ്ടുവിടുന്നത്, ഗ്രീഷ്മയുടെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചിറങ്ങിപ്പോയിരുന്നു. ആ സമയത്തൊക്കെ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആ സമയത്ത് പ്രശ്നമേ ഇല്ല. കാരണം പോയപ്പോഴും കാൾ ചെയ്തിട്ടാണ് പോയത്, നല്ല രീതിക്കാണ് സംസാരിച്ചത് കാളിലും, അതുപോലെ ചാറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രശ്നമുള്ള രീതിയിൽ എൻ്റെ ഫേസ് കണ്ടില്ല. സന്തോഷത്തിലായിരുന്നു ഗ്രീഷ്മയും? സന്തോഷത്തിലായിരുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു, ഷാരോൺ ഛർദ്ദിക്കുന്നു, അതിനുശേഷം റിജിനോട് കാര്യങ്ങൾ പറയുന്നു. അന്ന് ഏറ്റവും ഒടുവിൽ ഷാരോൺ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം? അന്ന് ഇതേപോലെ ഛർദ്ദിച്ചപ്പോൾ ഞാൻ പച്ച കളറിൽ പോകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളെ വീട്ടിൽ നിന്ന് ഗ്രീഷ്മ ഒക്കെ കഷായവും ഫ്രൂട്ടിയും തന്നു, ചതിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ അവന് സംസാരിക്കാൻ ഒട്ടും വയ്യ, അത്ര ക്ഷീണിതനായിരുന്നു. അപ്പം എൻ്റെ തോളിലാച്ചാണ് ഞാൻ അറിഞ്ഞത്, വീട്ടിൽ എത്തുന്നേരെ ഫുൾ ക്ഷീണിതനായിരുന്നു. റിജിൻ്റെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത്. റിജിനാണ് ഈ കേസ് ഇവിടെ വരെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് റിജിൻ്റെ ആ മൊഴിയുടെ ബലത്തിലായിരുന്നു. കാരണം ഈ കൃത്യം നടന്ന സമയത്ത് ഗ്രീഷ്മയുടെ വീട്ടിലുണ്ടായിരുന്നത് ഗ്രീഷ്മയും ഷാരോണും മാത്രമാണ്. ആരും ഈ ഗ്രീഷ്മ വിഷം കലക്കി ഷാരോണിന് നൽകുന്നത് കണ്ടിട്ടില്ല. പക്ഷേ വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഷാരോൺ ഛർദ്ദിക്കുന്നു, അതിന് പച്ച നിറമുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം പിന്നീട് ഈ റിജിൻ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഈ കേസിൽ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നിലവിൽ എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതാണ് എടുത്തു പറയേണ്ടത്. ഇന്നിപ്പോൾ കോടതിയിൽ ഈ പ്രതിഭാഗം പറഞ്ഞ കാര്യങ്ങൾ, ഷാരോണിൻ്റെ പശ്ചാത്തലം, അതോടൊപ്പം ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ നിർബന്ധിതയായതാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വെക്കുന്നു. ഇതൊന്നും പുതിയ വാദമല്ല എന്നുള്ളതാണ്. ഈ വാദം തുടങ്ങിയ കാലം തൊട്ട്, ഈ കേസ് 2022 തുടങ്ങുമ്പോൾ തൊട്ട് ഇങ്ങോട്ട് ഈ പ്രതിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അത് പുതിയൊരു വാദം എന്നുള്ള നിലയ്ക്ക് പറയാൻ കഴിയില്ല. അതിൽ പറയേണ്ടത് പരമാവധി ശിക്ഷ എന്നുള്ളതിൽ ഇളവ് നൽകണം എന്നുള്ളത് മാത്രമായിരുന്നു പുതിയതായി ഇന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ച ഒരു കാര്യം.
കാര്യം മറ്റെല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിനാൽ തന്നെ അതെല്ലാം കേട്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടതിന് ശേഷമാണ് ഗ്രീഷ്മ കൊലപാതകമടക്കമുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ഇന്നലെ ബോധ്യപ്പെട്ട് കോടതി അത് ശിക്ഷാവിധിക്കായി ആ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ കോടതി എത്രത്തോളം മുഖവിലേക്ക് എടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് പോലെ പരമാവധി ശിക്ഷ, അഭിലാഷ് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ആളുകളെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് നയിക്കുന്നതല്ല, ആളുകളെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കാനുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും പരമാവധി ശിക്ഷ നൽകി, തൂക്കുകയർ നൽകി വിശദമായ വാദം കോടതി കേട്ടിരിക്കുന്നു. 20-ാം തീയതി പാറശാല ഷാരോൺ വധക്കേസിൽ കോടതി ശിക്ഷാവിധി പുറപ്പെടുവിക്കും.